ഹൃദയം തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി ദീപകാരുണ്യത്തിന്റെ ഒരു അഭിഷേകം നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാനായിട്ട് ദഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിച്ചു തീർക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവായ ഈശോയെ, അങ്ങയുടെ സഹനം, അങ്ങയുടെ മരണം അങ്ങയുടെ ശിശു സമൂഹത്തെ ചിതറിച്ചു കളഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്ത അങ്ങ് അവരന്വേഷിച്ചു പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഇമ്മാവസിലേക്ക് തിരികെ നടന്ന ശിഷ്യന്മാരുടെ കൂടെ അങ്ങ് നടന്നല്ല. ആ ശിഷ്യന്മാരെ കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു, അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്നു, അവരുടെ മുഖം മ്ലാനമായിരുന്നു, ഒരു പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നടന്നുകൊണ്ടിരുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകള്, രോഗങ്ങള്, അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ചിതറിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ മുഖം മ്ലാനമാകുകയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തർക്കങ്ങൾ കടന്നു വരികയും ഞങ്ങൾ നിരാശയിലേക്ക് നടന്നു നീങ്ങുന്ന അവസ്ഥകൾ. എന്നാൽ അങ്ങ് ഞങ്ങളുടെ കൂടെ നടക്കുന്നവനാണ്. ഇമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അങ്ങ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരുടെ കൂടെ അത്താഴത്തിലിരുന്നു കൊണ്ട് അപ്പം മുറിച്ചു കൊടുത്തപ്പോ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. സത്യത്തിനായി ഇമ്മാവൂസ് യാത്ര ഉത്ഥാനം ചെയ്ത് അങ്ങ് നടത്തിയ ആദ്യത്തെ ബലിയർപ്പണമായിരുന്നല്ലോ. ഞങ്ങളുടെ കുർബാനയില് ആദ്യം വചനം പങ്കുവയ്ക്കലുണ്ട്, പിന്നെ അപ്പം പങ്കുവയ്ക്കല്. ഇത് തന്നെയാണല്ലോ കർത്താവേ ഇമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അങ്ങ് ചെയ്തതും. അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. അവസാനം അവരുടെ ഭവനത്തിൽ പ്രവേശിച്ച് അവർക്ക് അപ്പം മുറിച്ചു കൊടുത്തു. തിരുവചനം പറയുന്ന അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഈശോയെ, ജീവിതത്തിന്റെ മ്ലാനതയിൽ, ജീവിതത്തിലെ പരാജയങ്ങളുടെ തമ്പുരാനെ പലപ്പോഴും ഞങ്ങള് പ്രതീക്ഷകളറ്റ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അങ്ങനെ സന്നിധിയിലേക്ക് അണയുന്നത്. ഈ ആരാധനയില് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മാനസിക അവസ്ഥകൾ കർത്താവേ നിങ്ങളുടെ പക്കലേക്ക് ഞാൻ ഉയർത്തുകയാണ്. ഒരുപക്ഷെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ ഓരോ പ്രതീക്ഷകൾ അറ്റുപോയി കാണും. ഒരു നിരാശയിൽ ആണ്ടിരിക്കുന്നവരാവാം.
അവര് ജീവിതത്തില് പിന്നിലേക്ക് പഴയ ജീവിതത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരാവാം. കർത്താവേ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ അങ്ങ് നടന്ന് അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തതുപോലെ, അവർക്ക് അപ്പം മുറിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ കണ്ണുകളെ തുറന്നതുപോലെ, ദൈവമേ, ഈ നിമിഷം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനെ വീണ്ടും അപ്പമായി തീരണമേ. വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടണമേ. ഞങ്ങളുടെ ശൂന്യമായ മേഖലകളെ അങ്ങ് ജ്വലിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങൾ നമുക്ക് ഈ സമയത്ത് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കർത്താവിന്റെ മുന്നിൽ തുറന്നു വയ്ക്കാം. നമ്മുടെ നിരാശയിലേക്ക്, നമ്മുടെ ഭാരങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുന്ന നിമിഷം ഒന്ന് ഹൃദയം തുറന്നൊന്ന് ദൈവത്തെ സ്തുതിച്ച്, ഒന്ന് ഹൃദയം തുറന്നൊന്ന് ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, നമ്മുടെ അന്ധത മാറട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മുടെ നാവുകൾക്ക് ശക്തി ലഭിക്കട്ടെ. ദിവ്യകാരുണ്യത്തിലൊഴുകുന്ന വലിയ കൃപയാൽ നമ്മൾ നിറയുവാനായിട്ട് നമുക്ക് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 കർത്താവേ, അങ്ങയുടെ ശിഷ്യന്മാര് ഒരു വിളി മറന്നുകൊണ്ട് പഴയ ജീവിതത്തിലേക്ക് വീണ്ടും മീൻ പിടിക്കുവാനായിട്ട് പോയ രാത്രിയില് ഒന്നും കിട്ടാതെ അവര് വളഞ്ഞപ്പോ, കർത്താവേ, ആ കടൽ തീരത്ത് അങ്ങ് ചെന്ന് നിന്നുകൊണ്ട് മക്കളെ വല്ലത് കിട്ടിയോ എന്ന് ചോദിക്കുകയും ഇല്ല എന്ന ഒരു ഉത്തരം പറഞ്ഞപ്പോ വലതുവശത്ത് വീശാൻ പറഞ്ഞതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഒരു അത്ഭുതകരമായ ആ മീൻപിടുത്തം കഴിഞ്ഞ ഒരു കരയ്ക്ക് കയറി വരുമ്പോ ആ കടൽ തീരത്തങ്ങ് അപ്പവും മീനും വെച്ചുകൊണ്ട് മറ്റൊരു കുർബാന ചൊല്ലി അവരെ വിശ്വാസത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് അടുപ്പിക്കുന്ന ഞങ്ങൾ കാണുകയാണ്. കർത്താവേ, ദിവ്യകാരുണ്യം ഞങ്ങൾക്ക് ശക്തിയായി മാറട്ടെ. ഓരോ ദിവസവും ഞങ്ങൾ തളർന്നു പോകുമ്പോ അങ്ങനെ ദിവ്യകാരുണ്യത്തിലേക്ക് അണയുവാനായിട്ട്, അങ്ങനെ സക്രായിൽ ഒന്ന് അഭയം പ്രാപിക്കുവാനായിട്ട് ദൈവമേ ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുട്ടുമേലായിരിക്കാം. ഈ പരിശുദ്ധ നിമിഷത്തില് ദിവ്യകാരുണ്യം തരുന്ന ഒരു ശക്തി അത് അനുഭവിക്കുവാനായിട്ടുള്ള കൃപ തരണമേ നമുക്ക് യാചിച്ചുകൊണ്ട് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ദിവസം ആരംഭിക്കുവാനുള്ള അഭിഷേകം തരണമേ എന്ന് യാചിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെല്ലാം ദിവസേന ആ പരിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിന്റെ സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാം. ശരീരത്താലും രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മറ്റേനുമീ മോചനമേകി ദിവ്യപ്രകാശം തൂകണമേ വത്സലസുതരേ, നിർമ്മലയായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലയായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും